വന്ദനം യേശുപര നിനക്കെന്നും വന്ദനം യേശുപര വന്ദനം യേശുപര നിനക്കെന്നും വന്ദനം യേശുപര വന്ദനം ചെയ്യുന്നു നിന്നടിയാർ തിരുനാമത്തിനാദരവ് ഓ വന്ദനം ചെയ്യുന്നു we worship you, we bow before you Lord, we give you glory for what you are in our lives. Oh ഇന്നു നീ സന്നിധിയിൽ അടിയാർക്ക് വന്നു ചേരുവതി ഓ ഇന്നു നീ സന്നിധിയിൽ അടിയാർക്ക് വന്നു ചേരുവതി Yes Jesus നന്ദനിന്നക വന്ദനം ചെയ്തിടുന്നു വന്ദനമേശുപര നിനക്കെന്നു വന്ദനമേശുപര വന്ദനമേശുപര നിനക്കെന്നും വന്ദനമേശുപര വന്ദനം ചെയ്യുന്നു നിന്നടി ആ തിരുനാമത്തിനാദരവ് ഓ വന്ദനം ചെയ്യുന്നു നിന്നടി ആ തിരുനാമത്തിനാദരവിൽ എത്ര മഹത്വമുള്ള പദവിയെ ഉൾക്കടമൽ ഓ എത്ര മഹത്വമുള്ള പദവിയെ ഉൾക്കടമൽ ഓ ജീസസ് Father, we surrender everything in your hands, oh Jesus, hallelujah. Surrender every child in your hands, oh God, oh Jesus, hallelujah. As we worship, as we praise you, Lord, let your name alone be lifted up, oh God, oh Jesus, hallelujah. Yes, Lord, as we sing, one sound, oh God, one sound of praise, one sound of thanksgiving, one sound of worship unto you, Lord, hallelujah. Arabakashandalare karamama, ribakashandalare karabalamama, shalarabalamama. Ribakama delere, shalarabalama, kadulrima delere, rikama shandalare, karabalama delere, ribalarama kava shandalare, karabalama deleribalarama. Hallelujah, hallelujah, hallelujah. Korabalama shandalare. Jesus, we thank you, Jesus. Orabakama mama. Give a hands of praise, hallelujah. Let's welcome the presence of God. Let us welcome the presence of the Holy Spirit, hallelujah. Acknowledging His presence very much real in this place, hallelujah. We give you glory, Lord. We give you glory, hallelujah. You're the rock of my salvation. On you I stand, oh God. On Christ the solid rock we stand. All of the ground is sinking sand. Oh, we give you glory, Lord. We thank you, Jesus, hallelujah. Hallelujah. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവമേ നീ, ഹല്ലേലൂയ. മഹിമയും ബലവും നിരഞ്ജനമേ, ഹല്ലേലൂയ, ആമേൻ. എന്നെന്നും ആരാധന സ്തുതി നിനക്കേ, ഹല്ലേലൂയ. Let's sing together, കരങ്ങളടിച്ച് ഹല്ലേലൂയ. Let's sing together and worship Him in truth and spirit, hallelujah. Amen, amen. എന്റെ പാറയാകും യേശുനാഥ, ഹല്ലേലൂയ, എന്നെ കാക്കും ദൈവമേ. ഓ ശബബ കാന്തലരേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം നീയേ. എന്റെ പാറയാകും യേശുനാഥ, എന്നെ കാക്കും ദൈവം
മക്കളിൻ നിഴലിൽ എന്നും ആനന്ദം പകരുന്നു നീ. വിശ്വസ്തനും നീയും തുണയായോനും സ്തുതിക്കു യോഗ്യനും നീ. വിശ്വസ്തനും നീയും തുണയായോനും സ്തുതിക്കു യോഗ്യൻ. ആരാധന ആരാധന അങ്ങേക്കേ, ആരാധന അങ്ങേക്കേ. ഹല്ലേലൂയ. ആരാധന അങ്ങേക്കേ.
സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തി വാഴ്ത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക, വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം വാഴ്ത്തിയിടുക, സ്തുതിച്ചാർത്തിയിടുക, അവന്റെ നാമം വാഴ്ത്തിയിടുക. ഓരബഖമമശേ റിവഖമമമതലരെ ഓരബഖമമശന്തലരെ കരബലവരവരവര ശരബലവ. Worship him, hallelujah. ആരാധിച്ചിട്ട് hallelujah. Oh hallelujah. Thank you Holy Spirit. Oh ribakamamama. Hallelujah. Hallelujah. Oh hallelujah. Yabarabare. Magathamuma stotramum janamanam digum galamum യേശുവിനെ. Magathamum നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഈരച്ചൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഈരച്ചൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിനെ. Hallelujah, hallelujah. Ramana Shuramana Siatuna Rakamana Rinkalura Lankamana Siatuna. Amen. Hallelujah, hallelujah. ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവിന്റെ സാന്നിധ്യം ആമേൻ. ഇന്ന് രാത്രികാലം ആലയത്തെ മൂടുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമേൻ ഹല്ലേലൂയ നമ്മളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ. കർത്താവേ, ഇന്ന് രാത്രികാലം അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. കൂട്ടിവരുത്തിയ അഭിഷക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ. അഭിഷക്തക്കായി സ്തോത്രം ചെയ്യുന്നത് രാത്രികാലം യേശുവിന്റെ മഹത്വം ഞങ്ങളുടെ മധ്യേ ശക്തമായി വെളിപ്പെടുവാൻ ഓ റമശിയാതുന റകല റമനസിയാതുന ദൈവം ഇടയാക്കുമാറാകണമേ. അപ്പാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അവിടുത്തെ മഹത്വത്തിൽ ഞങ്ങളെ മറച്ചാട്ടെ. കർത്താവിന്റെ കൃപയിൽ ഞങ്ങളെ പൊതിയണമേ. രാത്രി ഭാവികൾ മാനസാന്തരപ്പെടട്ടെ, രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ഞങ്ങളുടെ മധ്യേ ശക്തിയോടെ നടക്കുമാറാകണമേ. കർത്താവേ, അങ്ങ് ഓരോരുത്തരെയും തൊടണമേ. ഓരോരുത്തരുടെയും ഹൃദയത്തെ അവിടുന്ന് കാണുന്ന ദൈവം ഇത് രാത്രികാലം ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തുന്നോട് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ നല്ല പിതാവേ. ആമേൻ, 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 ആമേൻ. എല്ലാവരും ദൈവസന്നിധിയിൽ ഇരുന്നാട്ടെ. ആമേൻ. Please be seated in the presence of the Lord. Hallelujah. സ്തോത്രം.
welcome you all in the name of our Lord and Savior Jesus Christ. Tonight we are privileged to have Reverend Dr. Benito Green and Sister Alicia Green all the way from America, if I'm right, South America. Okay, they belong to Worldwide Missionary Movement called, in short form, it's called WMM, and it was started in Colombia, and God used WMM for the revival of Colombia, and from there, the missionary work is now spread all over the world. It's a big organization, and God has raised many leaders like Dr. Benito and Sister Alicia, and there are so many. And tonight we are privileged to have them here. Once again, can we give a good clap offering and welcome Dr. Benito and Sister Alicia? May I request Dr. Benito and Sister Alicia to come forward? Can I request Dr. Benito and Sister Alicia to come forward? And we would like to give you a small gift here, please. So can we all clap our hands? Hallelujah. Thank you, Pastor. Thank you, Sister. Hallelujah. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ആമേൻ. ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ദൈവം പ്രയോജനപ്പെടുത്തുന്ന അഭിഷിക്ത കുടുംബം ഇന്ന് രാത്രി നമ്മളോട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കും. ആമേൻ. നമ്മൾ കേട്ടതുപോലെ നാളെ ആമേൻ സ്തോത്രം നമുക്ക് മുസഫ നമ്മുടെ ഇംഗ്ലീഷ് ചർച്ചിൽ വെച്ച് ആമേൻ ഓർഡിനേഷൻ ശുശ്രൂഷയുണ്ട്. ആമേൻ സ്തോത്രം. അപ്പോൾ എല്ലാവരും ആമേൻ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കണമെന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. Amen. I welcome all of you to the ordination ministry that's going to happen tomorrow at the church in Musafa, in our English church. Tomorrow it will start at 1 p.m. Amen. Hallelujah. And I welcome all of you. Amen. Make sure that we all attend that ordination ministry and be a blessing for the people of God. Amen. Hallelujah. Now may I welcome Dr. Benito Green to come to the stage and lead us. Hallelujah. Stotram. Amen. ഒരു പ്രാവശ്യം കൂടി കൈകളടിച്ച് ആമേൻ സ്തോത്രം. നമുക്ക് ദൈവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കാം. Glory. Hallelujah. Very pleased to be in this place. എനിക്ക് ഇവിടെ ആയിരിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. Greeting from the Worldwide Missionary Movement in New York, USA. ആമേൻ. വേൾഡ് വൈഡ് മിഷണറി മൂവ്മെന്റിന്റെ USA-യിലുള്ള ന്യൂയോർക്കിലെ ആമേൻ ഹെഡ് ക്വാർട്ടേഴ്സിൽ നിന്ന് നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്നു. We are pastoring 3 churches in New York. ആമേൻ. ഞങ്ങൾ ആമേൻ ന്യൂയോർക്കിൽ 3 ചർച്ചുകൾ പാസ്റ്റർ ചെയ്യുന്നു. And also I bring salutation from Pastor Jose Soto. വേൾഡ് വൈഡ് മിഷണറി മൂവ്മെന്റിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോസോ സോട്ടോ എന്ന് പറയുന്ന ദൈവദാസിന്റെ ആമേൻ വന്ദനം ആമേൻ സഭയായിരിക്കുകയാണ്. He is the president of the Worldwide Missionary Movement. ആമേൻ. ജോസോ സോട്ടോ എന്ന് പറയുന്ന ആമേൻ ദൈവദാസനാണ് ആ വേൾഡ് വൈഡ് മിഷണറി മൂവ്മെന്റ് എന്ന് പറയുന്ന വലിയ സംഘടനയുടെ അമരത്തായിരിക്കുന്നത്. And when I contacted him, telling him that we heading here, ആമേൻ ആമേൻ ഞാൻ ആമേൻ നമ്മളെക്കുറിച്ച് പറയുകയും ആമേൻ അദ്ദേഹത്തിൻ്റെ വന്ദനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. he told me to tell you that he is praying for you guys. Yes. Pastor Soto told me to tell you that he is praying for you. ആമേൻ. പാസ്റ്റർ ജോസോ സോട്ടോ എന്ന് പറയുന്ന ആമേൻ വേൾഡ് വൈഡ് മിഷണറിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന മനുഷ്യൻ ആമേൻ നിങ്ങളെ അറിയിക്കുവാനായിട്ട് ഇങ്ങനെ പറഞ്ഞു. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. And also the churches in New York send a lot of salutations to you. ആമേൻ. ന്യൂയോർക്കിലുള്ള ദൈവസഭയും നിങ്ങളെ ആമേൻ സ്തോത്രമോർത്ത് പ്രാർത്ഥിക്കുകയും വന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. My pleasure also is with my wife here. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ കൂടെ ആയിരിക്കുന്നു. Pastor Alicia Green. ആമേൻ. ഒരു പാസ്റ്റർ അലീഷ്യ ഗ്രീൻ. We have 2 children. ആമേൻ. ഞങ്ങൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. And they also send salutation to you.
ആമേൻ സ്തോത്രം അവരുടെയും വന്ദനങ്ങളെ അറിയിക്കുകയാണ്. Beautiful place. ആമേൻ വളരെ മനോഹരമായിരിക്കുന്ന സ്ഥലം. Beautiful people. ആമേൻ വളരെ മനോഹരമായിരിക്കുന്ന ആളുകൾ. The service is powerful. ആമേൻ ആമേൻ ഇവിടെ ആയിരിക്കുന്ന ഈ ആരാധന അതിശക്തമാണ്. The presence of the Lord is in this place. ദൈവത്തിന്റെ സാന്നിധ്യം ഈ സ്ഥലത്തുണ്ട്. And we always pray. We pray so the presence of the Lord can be manifested in here. ഹല്ലേലൂയ. ഞങ്ങൾ എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കുന്നത് ദൈവ സാന്നിധ്യം വെളിപ്പെടണമേ എന്നാണ്. If you allow me to, I will take off the mask, because when we translating the message, especially in a different language, it's almost sometimes we struggle to follow what we say. ആമേൻ ആമേൻ ട്രാൻസ്ലേഷനുള്ള മെസ്സേജുകൾ സംസാരിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നത് തടസ്സമാണ്. And today I'm going to speak to you about a very special topic. ആമേൻ. ഇന്ന് രാത്രികാലം ഞാൻ നിങ്ങളോട് അതിശക്തമായിരിക്കുന്ന ഒരു സന്ദേശത്തെ കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. As you all know, the motto of the Worldwide Missionary Movement for this year ആമേൻ. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ആമേൻ സ്തോത്രം വേൾഡ് വൈഡ് മിഷണറി മൂവ്മെന്റിന്റെ ഈ വർഷത്തെ ആമേൻ ആമേൻ മോട്ടോയെ കുറിച്ച് അറിയാമെന്ന് വിശ്വസിക്കുന്നു. is readiness. ആമേൻ. അത് ഇങ്ങനെയാണ്, റെഡിനെസ്, തയ്യാറായിട്ടിരിക്കുക. So I don't know how many of you are ready. ആമേൻ. എനിക്കറിയത്തില്ല ഇതിനകത്ത് എത്ര പേർ ആമേൻ സ്തോത്ര ദൈവത്തിന് വേണ്ടി തയ്യാറുള്ളവരാണെന്ന്. Since this is a lot of place that we have to conquer in this area. ആമേൻ സ്തോത്രം ഈ ഏരിയയിലാണ് നമുക്ക് ആമേൻ സ്തോത്രം വലിയ ആമേൻ ഉത്സാഹം ആവശ്യമായിരിക്കുന്നത്. And God is counting on you. ആമേൻ. ദൈവം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. We have a lot to do. ആമേൻ സ്തോത്രം നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പണി, Especially in this region, ആമേൻ ഈ ആമേൻ ലോകത്തിന്റെ ഈ പ്രദേശത്ത് there's a lot of work to be done. ആമേൻ ഒത്തിരി വേല നമ്മളെ കൊണ്ട് ദൈവത്തിന് ചെയ്യിപ്പാനുണ്ട്. A lot of souls need to be saved. ആമേൻ. അനേക ആത്മാക്കൾ നമ്മളിലൂടെ രക്ഷിക്കപ്പെടുവാനുണ്ട്. A lot of family need to be saved. ആമേൻ. അനേക കുടുംബങ്ങൾ ദൈവത്തിലേക്ക് നമ്മളിലൂടെ വരുവാനായിട്ടുണ്ട്. A lot of youth have to be saved. ആമേൻ. അനേക യൗവനക്കാർ ദൈവത്തിങ്കിലേക്ക് ആമേൻ നമ്മളിലൂടെ കടന്നു വരുവാനുണ്ട്. Women, ആമേൻ സ്തോത്രം നമ്മളിലൂടെ men, all type of people. ആമേൻ. നമ്മൾ ആമേൻ സ്തോത്രം എല്ലാ തരത്തിലുമുള്ള ആളുകളോട് They need to hear the gospel. ആമേൻ സ്തോത്രം എല്ലാ തരത്തിലുമുള്ള ആളുകൾ ആമേൻ ദൈവത്തിന്റെ സന്ദേശം സുവിശേഷം കേൾക്കണം. And we are responsible ആമേൻ. അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമുള്ളവരാണ്. to share the gospel. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുവാൻ നമ്മൾ വിളിക്കപ്പെട്ടവരാണ്. നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. I believe ആമേൻ. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നു. that the gospel is powerful. ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം ശക്തിയുള്ളതാണ്. It's so powerful ആമേൻ. അത് അതിശക്തമാണ്. that any time ആമേൻ. എല്ലാ കാലത്തും എല്ലായ്പ്പോഴും gospel reach a nation, ആമേൻ. ഹല്ലേലൂയ. സുവിശേഷം ഒരു രാജ്യത്തിൽ കടന്നു വന്നാൽ any time ആമേൻ. ഹല്ലേലൂയ. അത് വരുന്ന ഏത് സമയത്തായിരുന്നാലും gospel reach a neighborhood, ഹല്ലേലൂയ. ആമേൻ. സുവിശേഷം എത്തിയാൽ any time ആമേൻ ഏത് സമയത്തും the gospel reach a family, ഹല്ലേലൂയ. ആമേൻ. കുടുംബങ്ങളിലേക്ക് എത്തുവാൻ there's a lot of changes. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സുവിശേഷം കുടുംബങ്ങളിലേക്ക് എത്തിയാൽ അതിശക്തമായിരിക്കുന്ന ആമേൻ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. Because gospel ആമേൻ. എന്തുകൊണ്ടെന്നാൽ സുവിശേഷം is, ഹല്ലേലൂയ, അത് ശക്തിയാണ്. I'm not talking about social power. ഹല്ലേലൂയ. ഞാനിങ്ങനെ ആമേൻ സാമൂഹികപരമായിരിക്കുന്ന I'm not ആമേൻ talk- അതിന്റെ ശക്തിയെ കുറിച്ചല്ല പറയുന്നത്. I'm not talking about economical power. ആമേൻ. അത് ഞാൻ സാമ്പത്തികമായിരിക്കുന്ന ശക്തിയെ കുറിച്ചല്ല പറയുന്നത്. I'm not talking about weapon. ഹല്ലേലൂയ. ഞാൻ ആമേൻ സ്തോത്രം ആയുധങ്ങളെ കുറിച്ചല്ല പറയുന്നത്. I'm talking about the power of the Lord. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് ദൈവത്തിന്റെ അത്യന്ത ശക്തിയെ കുറിച്ചത്രേ. So anytime ആമേൻ. ഏത് സമയത്തായിരുന്നാലും the gospel reach a country, ഹല്ലേലൂയ. സുവിശേഷം ഒരു രാജ്യത്ത് കടന്നു വന്നാൽ God is committed ഹല്ലേലൂയ. ദൈവം ആമേൻ സ്തോത്രം to back up
ഹല്ലേലൂയ. ദൈവം ആമേൻ സ്തോത്രം അതിനെ ബാക്കപ്പ് ചെയ്യാനായിട്ട് ആമേൻ to protect us. ആമേൻ സ്തോത്രം അതിനെ സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ളവനാണ്. God has sent His Holy Ghost ആമേൻ സ്തോത്രം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് to help us. ഹല്ലേലൂയ നമ്മെ സഹായിക്കും. When the Holy Ghost ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് വരുമ്പോൾ is in a place, ആമേൻ ഒരു സ്ഥലത്തേക്ക് വന്നാൽ we experience freedom ഹല്ലേലൂയ നമ്മൾ അതിശക്തമായിരിക്കുന്ന സ്വാതന്ത്ര്യം അനുഭവിക്കാനിടയാകും. to worship God. ഹല്ലേലൂയ അവൻ ദൈവത്തെ ആരാധിപ്പാനുള്ള സ്വാതന്ത്ര്യം. We experience power ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ ശക്തിയെ ആമേൻ സ്തോത്രം അറിയുവാനിടയാകും. to perform ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആമേൻ ശക്തിയുടെ പ്രദർശനം. all kind of miracle. ഹല്ലേലൂയ എല്ലാ തരത്തിലുമുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും. And my question is, ആമേൻ എന്റെ ചോദ്യം ഇതാണ്, are you ready? ഹല്ലേലൂയ നിങ്ങൾ അതിന് തയ്യാറാണോ? Are you ready for the challenge? ഹല്ലേലൂയ നിങ്ങൾ ആമേൻ സ്തോത്ര ദൗത്യം ഏറ്റെടുക്കുവാൻ ഇന്ന് രാത്രികാലം ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? God have called you ഹല്ലേലൂയ ദൈവം നിങ്ങളെ അതിന് വിളിച്ചിട്ടുണ്ട്. for a special duty to perform. ഹല്ലേലൂയ ആമേൻ സ്തോത്രം അതിനെ ആമേൻ സ്തോത്രം ആമേൻ ചെയ്യുവാനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. But I don't know how many of you are ready. ഹല്ലേലൂയ എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേർ അതിന് തയ്യാറായിട്ടുണ്ടെന്ന്. So talking about readiness, ഹല്ലേലൂയ നമ്മൾ ആമേൻ ഇന്ന് പറയുന്നത് ആമേൻ റെഡിനെസിനെ കുറിച്ചാണ്. we are going to explore ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുവാൻ തുടങ്ങുന്നത് തയ്യാറായിരിക്കണം 5 levels ആമേൻ സ്തോത്രം. ഹല്ലേലൂയ സുവിശേഷവൽക്കരണത്തിന്റെ 5 തലങ്ങളെ കുറിച്ചാണ് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത്. of readiness. ആമേൻ സ്തോത്രം ദൈവത്തിന് വേണ്ടി തയ്യാറായിട്ടിരിക്കുക. And I hope this message ഹല്ലേലൂയ ഞാൻ വിശ്വസിക്കുന്നു ഈ സന്ദേശം that I'm not contemplating to complete today. ഹല്ലേലൂയ ആമേൻ I'm not going to complete it today. ആമേൻ സ്തോത്രം ഇന്ന് രാത്രി കൊണ്ട് എനിക്ക് തീർക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. I'm not going to talk about the 5 levels. ആമേൻ സ്തോത്രം 5 തലങ്ങളെ കുറിച്ചും എനിക്ക് ഇന്ന് പറയുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. But in the day to come, ഹല്ലേലൂയ പക്ഷേ ആമേൻ വരുന്ന ദിവസങ്ങളിൽ I will continue talking ഹല്ലേലൂയ ഞാൻ അതിനെ കുറിച്ച് ആമേൻ തുടർമാനമായിട്ട് സംസാരിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. about the whole message. ഹല്ലേലൂയ ആ മെസ്സേജിന്റെ പൂർണ്ണതയിൽ I just want to mention today ഹല്ലേലൂയ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്. the verse that I'm going to use. ഹല്ലേലൂയ ആമേൻ ദൈവത്തിന്റെ ആമേൻ സ്തോത്ര സ്ക്രിപ്ചർ ആമേൻ വാക്യം ഇതാണ്. I just want for you to open your Bible ആമേൻ നമ്മുടെ കയ്യിലുള്ള പുസ്തകങ്ങൾ തുറന്നാട്ട് in Matthew chapter 4, ആമേൻ മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം verse 19 to 20. ആമേൻ സ്തോത്രം 19-20 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Jesus says, യേശു പറഞ്ഞു, come after me ആമേൻ നിങ്ങൾ എന്റെ പിന്നാലെ വരുവിൻ, and I will make you ഞാൻ നിങ്ങളെ fisher for men. ആമേൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. They immediately ആമേൻ സ്തോത്രം അവർ അപ്പോൾ തന്നെ left their nets ആമേൻ സ്തോത്രം അവരുടെ വലകളെ ഉപേക്ഷിച്ച് and follow him. ആമേൻ അവനെ പിൻചെല്ലുവാനിടയായി. It's a call. ആമേൻ അതൊരു വിളിയാണ് പ്രിയപ്പെട്ടവരെ. Jesus was walking by ഹല്ലേലൂയ ദൈവം അവിടെ യേശു അവിടെ നടന്നപ്പോൾ and he saw like 4 fishermen. ഹല്ലേലൂയ അവൻ അവിടെ 4 ആമേൻ മൂക്കുവന്മാരെ കാണുകയാണ്. He looked at them ആമേൻ സ്തോത്രം അവൻ അവരെ നോക്കിക്കൊണ്ട് and he explored ആമേൻ സ്തോത്രം അവനിങ്ങനെ നോക്കി their potential. ആമേൻ അവരുടെ സാധ്യത മനസ്സിലാക്കി. Because sometimes ആമേൻ പലപ്പോഴും society ആമേൻ സമൂഹം have the tendency to disqualify you ആമേൻ സമൂഹം പറയും ആമേൻ നിങ്ങൾ ആമേൻ യോഗ്യതയില്ലാത്തവരാണ് according to what they see physically. ആമേൻ സ്തോത്രം അവരവരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നതിനെ വിധിക്കും. But God doesn't use the same method. ഹല്ലേലൂയ എന്നാൽ ദൈവം നോക്കുന്നത് അങ്ങനെയല്ല. They can see deeper. ഹല്ലേലൂയ അവർ കാണുന്നത് വ്യത്യസ്തമായിട്ടാണ്. They can see your potential. ആമേൻ സ്തോത്രം അവർക്ക് കാണുവാൻ നിങ്ങളുടെ ആമേൻ സാധ്യതകളുണ്ട്. And based on your potential, ആമേൻ സ്തോത്രം അത് നിങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന കഴിവിനെ ആശ്രയിച്ച് doesn't matter how you look. ആമേൻ സ്തോത്രം ഹല്ലേലൂയ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. It doesn't matter your social status. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ ആമേൻ കണ്ണിൽ നിങ്ങൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് വിഷയമല്ല. It doesn't matter your nationality. ഹല്ലേലൂയ നിങ്ങളുടെ രാജ്യം ഏതാണെന്നുള്ളത് വിഷയമല്ല. It doesn't matter your race. ഹല്ലേലൂയ നിങ്ങൾ ഏത് വർഗ്ഗക്കാരനാണെന്നുള്ളത് വിഷയമല്ല. If you open your heart ഹല്ലേലൂയ നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുമെങ്കിൽ and you surrender yourself to Jesus, നിങ്ങളുടെ ജീവിതം യേശുവിനെ സമർപ്പിക്കുമെങ്കിൽ He will do something
miracle. ഹല്ലേലൂയ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതത്തെ ചെയ്യുവാൻ മതിയായവനാണ്. കരങ്ങളെ ഉയർത്തി നന്ദി പറഞ്ഞാൽ He will use you ഹല്ലേലൂയ അവൻ നിങ്ങളെ ഉപയോഗിക്കുക തന്നെ ചെയ്യും. in a powerful way. ഹല്ലേലൂയ വളരെ ശക്തമായ രീതിയിൽ. Oh Jesus. യേശുവേ He will use you ഹല്ലേലൂയ അവൻ നിങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുത്തും. to heal people. ഹല്ലേലൂയ സൗഖ്യമാക്കുവാൻ നിങ്ങളെ കരങ്ങളിൽ എടുക്കും. He will use you ഹല്ലേലൂയ അവൻ നിങ്ങളെ ശക്തമായി പ്രയോജനപ്പെടുത്തും. to set people free. ഹല്ലേലൂയ ജനങ്ങളെ ജാതികളെ വിടുവിപ്പാൻ അവൻ നിങ്ങളെ ഉപയോഗിക്കും. You know that the devil is a liar, ഹല്ലേലൂയ നിങ്ങൾക്കറിയാമോ പിശാച് ഒരു നുണയനത്രേ. and devil have a lot of people ഹല്ലേലൂയ അവൻ ഒത്തിരി പേരെ വഞ്ചിച്ചിട്ടുണ്ട്. trapped, ഹല്ലേലൂയ കെണി confused. ആമേൻ ഹല്ലേലൂയ ആമേൻ തെറ്റായ The ധാരണകൾ devil have people sick. ഹല്ലേലൂയ ആമേൻ 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 ശത്രു ആയിരിക്കുന്നവൻ ആമേൻ രോഗങ്ങളെ കൊണ്ടുവരും. But what God have ഹല്ലേലൂയ എന്നാൽ ദൈവം is more powerful. ഹല്ലേലൂയ ദൈവം എല്ലാത്തിനേക്കാളും ശക്തിയുള്ളവനത്രേ. The word of God, ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം the spirit of God ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവ് can deliberate. ഹല്ലേലൂയ എന്നാൽ ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ വചനം നിങ്ങളെ വിടുവിപ്പാൻ മതിയായതത്രേ. People in this city. ഹല്ലേലൂയ ഈ നഗരത്തിൽ പാർക്കുന്ന ദൈവത്തിന്റെ മക്കളെ So the first level of readiness ഹല്ലേലൂയ ഒന്നാമത്തെ തലം എന്ന് പറയുന്നത് has to be with pre-contemplation. ഹല്ലേലൂയ ആമേൻ ആമേൻ ഒരു ചിന്തയാണ്. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ദൈവവേല ചെയ്യുവാനുള്ള ഒരു ആഗ്രഹം. You are seated. You are quiet. You are not taking any action. ആമേൻ സ്തോത്രം നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഒരിടത്തിരിക്കുന്നു, നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലുണ്ട് ആഗ്രഹമുണ്ട്. ഇതാണ് ഒന്നാമത്തെ തലം. You know that God has a lot to do here. ആമേൻ സ്തോത്രം ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല. And I'm very glad that tonight we can talk about mission. ഹല്ലേലൂയ ഇന്ന് രാത്രികാലം നമ്മൾ ആമേൻ നമ്മളെ ഏൽപ്പിക്കുന്ന ദൗത്യത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. And you know, when we talk about mission, ഹല്ലേലൂയ നമ്മൾ ദൗത്യത്തെ കുറിച്ച് ആമേൻ ദൈവം ഏൽപ്പിച്ച ദൗത്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ especially the missionary work, ഹല്ലേലൂയ ആമേൻ ആമേൻ ദൈവ വേല ആമേൻ കുറിച്ച് സംസാരിക്കുമ്പോൾ which is the most important enterprise in here. ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ ഭൂമിയിലെ ഏറ്റവും ആമേൻ വിശാലമായിരിക്കുന്ന ആമേൻ ശക്തമായിരിക്കുന്ന ആമേൻ ബിസിനസ് ആണ്, എന്റർപ്രൈസ് ആണ് ആമേൻ മിഷണറി വർക്ക്. Because missionary work is not a human business. ആമേൻ എന്തുകൊണ്ടെന്നാൽ ആമേൻ സ്തോത്രം സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ പദ്ധതിയല്ല, അതിന്റെ ചുക്കാൻ ദൈവത്തിന്റെ കയ്യിലത്രേ. Missionary work ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വേല is a work from heaven. ഹല്ലേലൂയ അത് സ്വർഗ്ഗത്തിന്റെ പദ്ധതിയാണ്. Heaven ഹല്ലേലൂയ സ്വർഗ്ഗം can one expand in the earth. ഹല്ലേലൂയ സ്വർഗ്ഗത്തിന്റെ കരം അവൻ ഭൂമിയിലേക്ക് നീട്ടുന്നതാണ് മിഷണറി വേല. Heaven ഹല്ലേലൂയ സ്വർഗ്ഗം would like to control earth. ആമേൻ സ്തോത്രം സ്വർഗ്ഗം ആമേൻ ആമേൻ സ്വർഗ്ഗത്തെ നിയന്ത്രിക്കുന്നത് പോലെ തന്നെ ഭൂമിയെയും നിയന്ത്രിക്കുന്നതാണ് ആമേൻ മിഷണറി വേല. And I know that God have all resources. ഹല്ലേലൂയ ദൈവത്തിന് അതിനു വേണ്ടിയ സകലതുമുണ്ട്. God have angels, ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്മാരുണ്ട്. archangels, ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആമേൻ പ്രധാന ദൂതന്മാരുണ്ട്. a lot of heavenly creatures ആമേൻ സ്തോത്രം ഒത്തിരി ആമേൻ സ്തോത്രം സ്വർഗീയ ആമേൻ സ്തോത്രം ജീവികളുണ്ട്. that he only have to send an order. ഹല്ലേലൂയ God only have to say something. ഹല്ലേലൂയ ദൈവത്തിനൊരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി. And all of these heavenly creatures ഹല്ലേലൂയ ഈ കാണുന്ന ആമേൻ സ്തോത്ര ദൂതന്മാരും ആമേൻ സ്തോത്ര സ്വർഗ്ഗത്തിലെ സംഘങ്ങളും ഒക്കെയും will invade this earth. ഹല്ലേലൂയ ഈ ഭൂമിയെ മുഴുവനും പിടിച്ചെടുക്കുവാൻ മതിയായതാണ്. And we talk to people, ഹല്ലേലൂയ and they will talk to people like this. കർത്താവിന്റെ സ്തോത്രം ഹല്ലേലൂയ വളരെ നൊടിയിടയിൽ സ്തോത്രം ആമേൻ ജനങ്ങളെ പിടിക്കുവാൻ ഇതിനൊക്കെ സാധിക്കും. But God doesn't want to use the heavenly creatures. ഹല്ലേലൂയ എന്നാൽ ദൈവത്തിന്റെ ആമേൻ സ്തോത്ര റിസോഴ്സസ് അതിന് ഉപയോഗിക്കുവാൻ താല്പര്യമില്ല.
He doesn't want to use angels. ആമേൻ സ്തോത്രം. അവര് ദൂതന്മാരെ കൊണ്ട് സുവിശേഷവൽക്കരണം ചെയ്യിപ്പിക്കുവാൻ തീരെ താല്പര്യമില്ല. He want to use you. ഹല്ലേലൂയ. അവൻ ആവശ്യം ഇവിടെ ഇരിക്കുന്ന ഓരോ ദൈവ പൈതലും അത്രേ. He want to use you, young ഹല്ലേലൂയ. people. അവൻ ആവശ്യം നിന്നെ ഓരോരുത്തരെയും അത്രേ. He want to use you, ladies. ഹല്ലേലൂയ. അവൻ ആവശ്യം നിന്നെ Oh, he want to use you, അവൻ gentlemen. ഇന്ന് നിന്നെ ഉപയോഗിക്കണമെന്നാണ് സ്വർഗത്തിന്റെ He താല്പര്യം. want to use the children. അവൻ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. And in that mission, ഹല്ലേലൂയ. എന്നാൽ ആ കാഴ്ചപ്പാടിൽ the first level ആമേൻ സ്തോത്രം ഒന്നാമത്തെ തലത്തിൽ is the pre-contemplation. ആമേൻ സ്തോത്രം അത് ഒരു നിശ്ചയം മാത്രമാണ്. You want to come to church. ആമേൻ സ്തോത്രം. ആമേൻ ചർച്ചിനകത്തേക്ക് വരുന്നു. You want to sit there, ആമേൻ സ്തോത്രം. അവിടെ ഇരിക്കണം. but no action at all. ആമേൻ സ്തോത്രം. എന്നാൽ ഒന്നും ചെയ്യുന്നില്ല. It's hard to raise up the hands. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. കരം ഉയർത്തുവാൻ പോലും ബുദ്ധിമുട്ടത്രേ. It's hard to talk the message. ഹല്ലേലൂയ. ഒരു സന്ദേശം പറയുവാൻ ബുദ്ധിമുട്ടാണ്. It's hard to share the gospel ആമേൻ സ്തോത്രം. സുവിശേഷം പങ്കുവെക്കുവാൻ തീരെ because ബുദ്ധിമുട്ട്. you are pre-contemplating. എന്നാൽ ആമേൻ സ്തോത്രം നമ്മളെ ആമേൻ ഒന്നാമത്തെ തലത്തിലാണ്. അവിടെ ആക്ഷൻസ് ഇല്ല. No actions, ആമേൻ ഒരു ആമേൻ പ്രവൃത്തിയുമില്ല. no nothing. ആമേൻ സ്തോത്രം. ഒന്നുമില്ല. Glory be the name of Jesus. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. But you know one thing happened in people's life ഹല്ലേലൂയ. ദൈവ ആമേൻ സ്തോത്രം. മനുഷ്യരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? when they hear God speaking. ഹല്ലേലൂയ. ദൈവം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, When God called people. ഹല്ലേലൂയ, ദൈവം ഒരുവനെ വിളിക്കുമ്പോൾ, When then you suddenly experience something powerful. ഹല്ലേലൂയ, നമ്മൾ ഓരോരുത്തരും ആമേൻ സ്തോത്രം ശക്തമായിരിക്കുന്ന എന്തോ അനുഭവിക്കുകയാണ്. And you wake up ആമേൻ സ്തോത്രം. നമ്മൾ ഉണരുകയാണ്. and you reflect. ആമേൻ സ്തോത്രം. നമ്മൾ ദൈവത്തെ പ്രദർശിപ്പിക്കുവാൻ And you തുടങ്ങുകയാണ്. say to yourself, ഹല്ലേലൂയ. നമ്മളോട് തന്നെ സംസാരിക്കും. it is time for change. ഹല്ലേലൂയ. ഇത് മാറ്റത്തിനുള്ള സമയമാണ്. It is time for action. ആമേൻ. ഇത് പ്രവർത്തിക്കുവാനുള്ള സമയമത്രേ. I want to feel the glory of the Lord. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് ദൈവത്തിന്റെ മഹത്വം Oh, ഇറങ്ങുകയാണ്. I want to feel the Holy ആമേൻ. Ghost. പരിശുദ്ധാത്മാവ് ഇവിടെ നിറയട്ടെ. I'm getting bored. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇതിന്റെ അകത്ത് I'm നിറയട്ടെ. getting tired. ഹല്ലേലൂയ. ഞാൻ ക്ഷീണിച്ച അവസ്ഥയിലാണ്. I need to experience ഹല്ലേലൂയ. എനിക്ക് ദൈവത്തെ ആമേൻ സ്തോത്രം the അനുഭവിക്കണം. presence of the Lord. ആമേൻ. ദൈവത്തിന്റെ ആമേൻ സ്തോത്രം ഫ്രഷ്നസ് ഞാൻ അനുഭവിക്കണം. If you are pre-contemplating ആമേൻ സ്തോത്രം. ഞാൻ നിശ്ചയിക്കുക മാത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ tonight, ആമേൻ ഇന്ന് രാത്രിയിൽ could be the night ആമേൻ സ്തോത്രം ഇന്ന് രാത്രിയായിരിക്കും. that instead of you being ആമേൻ. very quiet, ആമേൻ. ആമേൻ. മേബി നിങ്ങൾ ഇരിക്കുന്നത് അവൻ വളരെ ശാന്തമായിട്ടായിരിക്കും. with not planning at all, ആമേൻ സ്തോത്രം. ഒന്നും ചെയ്യാതെ ഇരിക്കുകയായിരിക്കും. oh, with not action at all, ആമേൻ. ഒരു പ്രവൃത്തിയും the ചെയ്യുന്നുണ്ടാകത്തില്ല. Holy Ghost is in here. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ The Holy Ghost is in here. ആമേൻ. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇവിടെ And He വരുമ്പോൾ, will move you. ആമേൻ, നിങ്ങളെ അവൻ ചലിപ്പിക്കുവാൻ മതിയായവനത്രേ. You will start feeling something powerful ആമേൻ. നിങ്ങൾ സകല ശക്തിയായത് in your body, ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരത്ത്, in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ, And from now on, ഹല്ലേലൂയ, നിങ്ങളുടെ ആമേൻ സ്തോത്രം ശരീരം മുഴുവനായി you will never be the same. ആമേൻ. നിങ്ങൾ പഴയതുപോലെ ആയിരിക്കത്തില്ല. Glory be the name of Jesus. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be the name of Jesus. ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Because tonight, ഇന്ന് രാത്രിയിൽ something powerful, ഹല്ലേലൂയ, ശക്തിയുള്ളത് ചിലത്, something different ഓ ശക്തിയുള്ള ചിലത് will move your life to action. ആമേൻ. ഇന്ന് രാത്രിയിൽ ആ ചലിക്കാത്ത ഇടത്തു നിന്ന്, ചിന്തിക്കുന്ന ഇടത്തു നിന്ന് നിന്നെ പ്രവർത്തിപ്പിക്കുവാൻ ദൈവത്തിന് സാധിക്കും. And let me tell you something. ഇന്ന് രാത്രിയിൽ ഞാൻ ചിലത് പറയട്ടെ. You are not here because of an accident. ആമേൻ സ്തോത്രം. നിങ്ങൾ വഴിതെറ്റി ഇതിന്റെ അകത്ത് വന്നതല്ല. Sometimes people say coincidentally, I Hallelujah. came to church. ആമേൻ സ്തോത്രം. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ആമേൻ സ്തോത്രം, എങ്ങനെയോ ഞാൻ ചർച്ചിനകത്ത് വന്നു. By coincidence, ആമേൻ സ്തോത്രം. യാദൃച്ഛികയാൽ I came here. ഹല്ലേലൂയ, എങ്ങനെയോ ഞാൻ ഇതിന്റെ അകത്ത് വന്നു. There's not such a coincidence. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ മുന്നിൽ അങ്ങനെ യാതൊന്നുമില്ല. God planned ആമേൻ സ്തോത്രം. ദൈവം മുന്നമേ നിശ്ചയിച്ച് everything. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. എല്ലാം ചെയ്യുന്നു. Because God ആമേൻ. എന്തെന്നാൽ has a special plan ഹല്ലേലൂയ. എന്തെന്നാൽ ദൈവത്തിന് ഇവിടെ ഇരിക്കുന്ന ഓരോ പൈതലിനെ for കുറിച്ച്, yourself, ആമേൻ, നിങ്ങളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട്. for your children, ആമേൻ. നിന്റെ കുഞ്ഞിനെ കുറിച്ച്
പദ്ധതിയുണ്ട്. for your family, ആമേൻ. നിന്റെ കുടുംബത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. for your nation. ആമേൻ. നിന്റെ രാജ്യത്തെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. And the plan that God has ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ചുള്ള പദ്ധതി is the best plan. ആമേൻ. അത് ഏറ്റവും ഉന്നതമായിരിക്കുന്ന പദ്ധതി അത്രേ. The best plan for your life. ഹല്ലേലൂയ. നിന്നെ കുറിച്ചുള്ള ഏറ്റവും നല്ല പദ്ധതി. The best plan for your prosperity ഹല്ലേലൂയ. നിന്നെ സമൃദ്ധിയിലേക്ക് നടത്തുവാൻ മതിയായ പദ്ധതി is God's plan. ഹല്ലേലൂയ. അതാണ് ദൈവത്തിന്റെ പദ്ധതി. Now, if you feel the call from ഹല്ലേലൂയ. heaven, ഇന്ന് രാത്രിയിൽ ആ സ്വർഗീയ വിളി നീ കേൾക്കുന്നുവെങ്കിൽ don't be afraid. ഹല്ലേലൂയ, നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. When God calls you, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ He will prepare you. ഹല്ലേലൂയ, നിങ്ങളെ അവൻ അതിനു വേണ്ടി തയ്യാറാക്കും. He's gonna be in charge of your needs. ഹല്ലേലൂയ, അവൻ നിന്റെ ആവശ്യങ്ങളുടെ ചുക്കാൻ പിടിക്കും. The second level ഹല്ലേലൂയ, രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് is contemplation. ഹല്ലേലൂയ, ആമേൻ, അതൊരു തീരുമാനത്തിലേക്കാണ്. Now you are not pre-contemplating. ആമേൻ. ഇപ്പോൾ നിങ്ങൾ ആമേൻ സ്തോത്രം അനങ്ങാതെ ഒന്നും ചെയ്യാതിരിക്കുന്ന അവസ്ഥയിലല്ല. You are contemplating. ആമേൻ സ്തോത്രം, നിങ്ങൾ ചിലത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. During this level, ആമേൻ, ഈ തലത്തിൽ the believer is thinking about and taking some action. ഹല്ലേലൂയ, ഈ തലത്തിലാണ് വിശ്വാസി ചിലത് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. Now you start thinking, why if God have something special for me? ഹല്ലേലൂയ, ഈ സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവത്തിന് എന്നെ കുറിച്ച് ആമേൻ സ്തോത്രം വ്യക്തമായിരിക്കുന്ന പദ്ധതിയുണ്ട്. Why is, if it's God is trying to use me? ഹല്ലേലൂയ, ദൈവം എന്തിനാണ് എന്നെ ഉപയോഗിക്കുവാനായിട്ട് പോകുന്നത്? Because now you are not pre-contemplating. ഹല്ലേലൂയ, നിങ്ങൾ ഇപ്പോൾ അനങ്ങാതിരിക്കുന്ന ഈ അവസ്ഥയിലല്ല, നിങ്ങൾ ചലിക്കുവാൻ തുടങ്ങുകയാണ്. You are contemplating. ആമേൻ, നിങ്ങൾ പയ്യെ ചലിക്കുവാനായിട്ട് തുടങ്ങുകയാണ്. You are considering. ആമേൻ സ്തോത്രം, നിങ്ങൾ അതിനെക്കുറിച്ച് ആമേൻ സ്തോത്രം സീരിയസ് ആയിട്ട് ആമേൻ ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. You are elaborating an action plan. ഹല്ലേലൂയ, നിങ്ങൾ ഇപ്പോൾ ഹല്ലേലൂയ ദൈവവേലയെ കുറിച്ച് ആമേൻ സ്തോത്രം ആമേൻ സീരിയസ് ആയിട്ട് ചിന്തിക്കുവാൻ തുടങ്ങും. You are contemplating doing something. ഹല്ലേലൂയ, നിങ്ങൾ ചിലതിലേക്ക് കാലെടുത്ത് വെക്കുവാനായിട്ട് തുടങ്ങുകയാണ്. You don't know how you're gonna do it. ആമേൻ, എങ്ങനെയാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്കറിയത്തില്ല. Because now you say, well, I don't have the resources. ആമേൻ സ്തോത്രം, നിങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അത് ചെയ്യുവാനുള്ള കഴിവില്ല, സാഹചര്യങ്ങളില്ല. I don't have the means. ആമേൻ സ്തോത്രം, അതിനാവശ്യമായിരിക്കുന്ന യാതൊന്നും എനിക്കില്ല. I don't have the skills. ആമേൻ സ്തോത്രം, അതിനാവശ്യമായിരിക്കുന്ന കഴിവ് എനിക്കില്ല. I don't have the preparation. ആമേൻ സ്തോത്രം, അതിനാവശ്യമായിരിക്കുന്ന യാതൊരു തയ്യാറെടുപ്പും എനിക്കില്ല. But I feel like doing something from now on. ഹല്ലേലൂയ, പക്ഷേ ആമേൻ, എനിക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ എന്ന് ഞാൻ ചിന്തിക്കുവാൻ തുടങ്ങുകയാണ്. Are you contemplating? ഹല്ലേലൂയ, ഇന്ന് രാത്രിയിൽ അങ്ങനെ ആരോടെങ്കിലും ദൈവം ഇടപെടുന്നുണ്ടോ? Are you contemplating? എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആമേൻ സ്തോത്രം മതിയായ ആഗ്രഹം ഹൃദയത്തിന്റെ അകത്ത് ജ്വലിക്കുന്നുണ്ടോ? Maybe tomorrow ഹല്ലേലൂയ, നാളെ God will give you ഹല്ലേലൂയ ദൈവം നിങ്ങളുടെ അകത്ത് the perfect occasion. ഹല്ലേലൂയ ഒരു വ്യക്തമായിരിക്കുന്ന ഒരു സാഹചര്യം അതിനായിട്ട് ഒരുക്കും. Maybe tomorrow നാളെ തന്നെ God will prepare ആമേൻ സ്തോത്രം, ദൈവം നിങ്ങൾക്കായി ഒരു സാഹചര്യത്തെ ഒരുക്കും. the environment. ആമേൻ, നിങ്ങളുടെ വിളിക്ക് യോഗ്യമായിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നാളെ തന്നെ ഒരു പക്ഷേ ഒരുങ്ങി വന്നേക്കാം. Maybe tomorrow ആമേൻ, നാളെ തന്നെ God will arrange something. ആമേൻ സ്തോത്രം, വിളിയുള്ള ദൈവ പൈതലെ നിനക്ക് വേണ്ടി അവൻ ചിലത് തയ്യാറാക്കും. Because you are not pre-contemplating. ആമേൻ സ്തോത്രം, ഇപ്പോൾ നിങ്ങൾ തയ്യാറുള്ളവരാണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ You know, ചെയ്യുന്നത്. when people pre-contemplate, ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ നിശ്ചയമില്ലാത്തത് they come to church ഹല്ലേലൂയ അവര് അകത്ത് വരുന്നു, ചർച്ചിനകത്ത് വരുന്നു. and they look very indifferent ആമേൻ സ്തോത്രം, അവർ വ്യത്യസ്തരായിട്ട് കാണുന്നു. because they don't want to get involved. ആമേൻ സ്തോത്രം, അവർക്ക് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല, അവർ മാറിയിരിക്കുകയാണ്. When people are pre-contemplating, ആമേൻ സ്തോത്രം, അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ sometimes ആമേൻ ചില സാഹചര്യങ്ങളിൽ they feel the service is too long. ആമേൻ സ്തോത്രം, അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് തോന്നും, ആമേൻ സ്തോത്രം, സർവീസ് ഒത്തിരി നീണ്ടുപോയി. It's like I'm wasting my time. ആമേൻ സ്തോത്രം, ചിലപ്പോൾ തോന്നും, ഞാന് ആമേൻ സ്തോത്രം എന്റെ സമയം വേസ്റ്റ് ആക്കുകയാണ്. Because to me, ആമേൻ സ്തോത്രം, എനിക്ക്
make no sense being here ആമേൻ സ്തോത്രം. ഞാൻ ഇതിന്റെ അകത്ത് വരുന്നത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. for 2 hours. ആമേൻ സ്തോത്രം. 2 മണിക്കൂർ, Or maybe 3 hours. ആമേൻ 3 മണിക്കൂർ, Or maybe a whole day fasting. ആമേൻ സ്തോത്രം. ഒരു ദിവസം നീളുന്ന ഒരു ഉപവാസം. And sometimes for people like who are pre-contemplating, ആമേൻ സ്തോത്രം. ആമേൻ സ്തോത്രം. ആമേൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന, തീരുമാനങ്ങളില്ലാത്ത വ്യക്തികൾക്ക് ആമേൻ അതെല്ലാം നീണ്ടതായിട്ട് തോന്നും. that's not easy. ആമേൻ സ്തോത്രം. അതിനകത്ത് വലിയ കാര്യമൊന്നും അവർ കാണത്തില്ല. Especially when they don't have, spiritual life. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആത്മീകമായിട്ട് അവർ ശക്തി പ്രാപിച്ചിട്ടില്ല എങ്കിൽ അതെല്ലാം അവർക്ക് വെറുതെ ആയിട്ട് തോന്നും. But the first step, ആമേൻ ആദ്യത്തെ കടമ്പ, you hear the voice of God. ആമേൻ സ്തോത്രം. നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും. And then God is placing something Amen. inside. ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് അവൻ ചിലത് You നിക്ഷേപിക്കും. cannot explain what's going on with you. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ വ്യത്യാസം നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് തുടങ്ങും. It is hard to find people to share what you're feeling. It is very hard to find people to share what you're feeling. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ അനുഭവിക്കുന്നത് എന്താണെന്ന് പറയുവാനായിട്ട് ആമേൻ സ്തോത്രം ആമേൻ പലപ്പോഴും കഴിഞ്ഞെന്ന് വരത്തില്ല. Because not everybody will follow what you're saying. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമ്മൾ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകണമെന്നില്ല. But God is placing some plan. ആമേൻ സ്തോത്രം. ചില പദ്ധതികളെ ദൈവം നിക്ഷേപിക്കുകയാണ്. And He wants for you to get in action. ആമേൻ സ്തോത്രം. നിങ്ങൾ ചലിക്കണമെന്ന്, നിങ്ങൾ അത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ ചില പദ്ധതികളെ നിങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് തരുകയാണ്. You see a lot of people that have a lot of dreams. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി സ്വപ്നങ്ങളുള്ള ആളുകളുണ്ട്. They have a lot of desires. ആമേൻ സ്തോത്രം. അവർക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. But they never execute a plan. ആമേൻ സ്തോത്രം. അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സ്വപ്നങ്ങളുമായി നടക്കുക മാത്രം ചെയ്യും. അവർ ഒന്നിലേക്കും ഇറങ്ങുകയില്ല. But when you are in the second level, ആമേൻ സ്തോത്രം. എന്നാൽ നിങ്ങൾ രണ്ടാമത്തെ തലത്തിലാണെങ്കിൽ you are contemplating. ആമേൻ സ്തോത്രം. നിങ്ങൾ ചിലത് ചെയ്യുവാനായിട്ട് തുടങ്ങുക. Can you contemplate the needs of this city? ആമേൻ സ്തോത്രം. നിങ്ങൾക്ക് ഈ ദേശത്തിന്റെ ആവശ്യത്തെ നിറവേറ്റുവാൻ ചിലത് ചെയ്യുവാൻ സാധിക്കുമോ? Can you contemplate the needs of your congregation? ആമേൻ സ്തോത്രം. ഈ സഭയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ആമേൻ കാലെടുത്ത് വെക്കുവാനായിട്ട് സാധിക്കുമോ? Can you contemplate the needs of your family? ആമേൻ. നിങ്ങളുടെ ഭവനത്തിന് ആവശ്യമായിരിക്കുന്ന ചില ദൈവകാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാലെടുത്ത് വെക്കുവാനായിട്ട് സാധിക്കുമോ? Oh, glory be the name of ആമേൻ. Jesus. ദൈവത്തിന്റെ നാമത്തിന് ആമേൻ മഹത്വം ഉണ്ടാകട്ടെ. Now, in this stage, ഹല്ലേലൂയ. ഈ ലെവലിൽ the believer is considering whether or not work for the Lord. ഹല്ലേലൂയ. ഈ തലത്തിലാണ് ആമേൻ സ്തോത്രം നമ്മൾ തീരുമാനിക്കുന്നത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. When you reach this level, ആമേൻ സ്തോത്രം. നിങ്ങൾ ആമേൻ തലത്തിലേക്ക് എത്തുമ്പോൾ you are hesitating. ആമേൻ സ്തോത്രം. നിങ്ങൾ ആമേൻ സ്തോത്രം ആമേൻ നിങ്ങൾ ശങ്കിക്കുകയാണ്. Am I going to work for the Lord? ആമേൻ. ഞാൻ ശരിക്കും ദൈവത്തിന് വേണ്ടി വേല ചെയ്യണമോ? Am I going to surrender to the Lord 100%? ഹല്ലേലൂയ. എൻ്റെ ആമേൻ സ്തോത്ര ജീവിതം കൊണ്ട് ഞാൻ ദൈവത്തിനെ ആമേൻ സ്തോത്രം മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കുമോ? Will I dedicate my life to the Lord forever? ആമേൻ സ്തോത്രം. ഞാൻ എല്ലാ കാലത്തേക്കും ദൈവത്തിന് എൻ്റെ ജീവിതം സമർപ്പിക്കുവാനായിട്ട് സാധിക്കുമോ? There's nothing outside ആമേൻ സ്തോത്രം. ആമേൻ. പുറത്തുള്ള യാതൊന്നും ആമേൻ മനോഹരമായിട്ടുള്ള യാതൊന്നും ഞാൻ കാണുന്നില്ല. that can grab my attention. ആമേൻ സ്തോത്ര. പുറത്തുള്ള യാതൊന്നിനും എൻ്റെ ആമേൻ സ്തോത്ര ശ്രദ്ധയെ പിടിക്കുവാനായിട്ട് ആമേൻ സാധിക്കുകയില്ല. Because in this stage, in this level, ആമേൻ സ്തോത്രം. ഈ തലത്തിൽ it is important ആമേൻ സ്തോത്രം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം that you take or make a decision. ആമേൻ സ്തോത്രം. ഒരു തീരുമാനം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. This is a very difficult stage. ആമേൻ സ്തോത്രം. ഇത് വളരെ ആമേൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. Because in this stage, ആമേൻ ഈ ആമേൻ തലത്തിലെത്തുമ്പോൾ, in that level of readiness, ആമേൻ സ്തോത്രം, ദൈവത്തിന് വേണ്ടി ദൈവവേല ചെയ്യുവാൻ വേണ്ടി തയ്യാറുള്ളവർ you need to make a decision. ആമേൻ സ്തോത്രം. നമുക്കൊരു തീരുമാനം എടുക്കുവാനായിട്ട് സാധിക്കണം. God or other. ആമേൻ. God or the world. ആമേൻ സ്തോത്രം. ദൈവമാണോ അതോ ലോകമാണോ? So what is your decision tonight? ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ തലത്തിലേക്ക് ഞാൻ നിങ്ങൾ കയറിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏത് തീരുമാനമെടുക്കും? ലോകമോ അതോ ദൈവമോ? Because when believer reach this level, ആമേൻ. ഒരു വിശ്വാസി ഈ തലത്തിലേക്ക് എത്തുമ്പോൾ your life ആമേൻ നിങ്ങളുടെ ജീവിതം will never be the same.
ആമേൻ നിങ്ങളുടെ ജീവിതം ആമേൻ പഴയതുപോലെ ആയിരിക്കത്തില്ല. Your vision ആമേൻ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ will never be the same. ആമേൻ പഴയതുപോലെ ഒരിക്കലും ആയിരിക്കത്തില്ല. In this level of readiness ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവേലയ്ക്കായിട്ടുള്ള ആമേൻ ഈ തലം is when your cosmovision change. ആമേൻ ഇവിടെയാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരുന്നത്. At that level of readiness, ആമേൻ സ്തോത്രം. ആ സുവിശേഷ വേലയുടെ ആ തലം എന്ന് പറയുന്നത് your worship change. ആമേൻ സ്തോത്രം. നമ്മുടെ ആരാധനകൾക്ക് വ്യത്യാസം വരും. Because now you have a clear idea ആമേൻ സ്തോത്രം. ഇപ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വിളിയെ കുറിച്ച്. of what is it that you want to do. ആമേൻ സ്തോത്രം. ദൈവം എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി. In this stage, ആമേൻ ഈ തലത്തിൽ you picture yourself ആമേൻ സ്തോത്രം. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്. in 5 more years, ആമേൻ സ്തോത്രം. 5 വർഷം കൂടി, ഒരു in പക്ഷേ 10 more years, ആമേൻ ഒരു പക്ഷേ 10 വർഷം കൂടി, in 3 more years, ആമേൻ മേ ബി 3 വർഷം കൂടി, where I see myself, ആമേൻ സ്തോത്രം. ഞാൻ എന്നെ തന്നെ or what I picture myself doing in the work of the Lord. ആമേൻ സ്തോത്രം. ഞാൻ ഈ നാളുകൾ കൊണ്ട് ആമേൻ സ്തോത്രം എന്തു ചെയ്യുവാൻ പോകുന്നു. I'm going to be very sincere with all of you. This stage of the ministry is one of the most difficult ones. ആമേൻ സ്തോത്രം. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനായിട്ട് തുടങ്ങുന്ന ഈ തലം ആമേൻ സ്തോത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. Because at this stage, sometimes you have to renounce to a lot of personal plans. ആമേൻ സ്തോത്രം. ആമേൻ ഈ തലത്തിൽ നമുക്ക് ആമേൻ സ്തോത്രം ആമേൻ പേഴ്സണലായിരിക്കും വ്യക്തിപരമായിരിക്കുന്ന പല സുഖ സൗകര്യങ്ങളെയും നമ്മൾ നിരാകരിക്കേണ്ടതായിട്ട് വരും. Sometimes you need to cancel some personal agenda. ആമേൻ ആമേൻ ഈ തലത്തിൽ ആമേൻ സ്തോത്രം നമ്മുടേതായിരിക്കുന്ന പല ആമേൻ ആമേൻ പദ്ധതികളും തീരുമാനങ്ങളും ഒക്കെ നമുക്ക് മാറ്റിമറിക്കേണ്ടതായിട്ട് But വരും. I think it's wealthy. ആമേൻ സ്തോത്രം. എന്നാൽ ഞാൻ പറയട്ടെ ആമേൻ സ്തോത്രം അതിനൊക്കെ പ്രയോജനമുണ്ടായിരിക്കും. Whatever you renounce because Jesus and his cause is very wealthy. ആമേൻ സ്തോത്രം. ദൈവത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഉപേക്ഷിക്കുവാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിൽ വച്ച് തന്നെ അവൻ അതിനെ ആമേൻ തീർപ്പാൻ മതിയായവനത്രേ. Well, the third level of readiness ആമേൻ സ്തോത്രം. ദൈവവേലയുടെ മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് has to be with preparation. ആമേൻ സ്തോത്രം എന്ന് അത് ഒരു തയ്യാറെടുപ്പിന്റെ സമയമത്രേ. At this stage, the believer is actively picturing, taking steps. You know, like, I need to do this first, and this second is preparation. ആമേൻ. You're preparing yourself to serve. ആമേൻ. ഹല്ലേലൂയ. ഈ തലം എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നതല്ല, നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതല്ല, പിന്നെയോ ആമേൻ സ്തോത്രം നിങ്ങൾ എന്തോ ചെയ്യുവാനായിട്ട് തുടങ്ങുന്നതാണ്. It's, you know, you come from the previous level ആമേൻ സ്തോത്രം. നിങ്ങൾ പഴയ തലത്തിൽ നിന്ന് മാറി വരുമ്പോൾ with something clear in your mind. ആമേൻ സ്തോത്രം രണ്ടാമത്തെ തലത്തിൽ നിങ്ങൾക്ക് വ്യക്തമായിരിക്കുന്ന പദ്ധതികളുണ്ട്. You have like a dream. ആമേൻ നിങ്ങൾക്കൊരു സ്വപ്നം ദൈവം തന്നിട്ടുണ്ട്. You have a plan. ആമേൻ ദൈവത്തിന്റെ പ്ലാനുകളെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ധാരണയുണ്ട്. You picture yourself in the future. ആമേൻ സ്തോത്രം. നിങ്ങളെ ഭാവിയെ കുറിച്ച് തന്നെ നിങ്ങളോട് പറയുവാനായിട്ട് തുടങ്ങുകയാണ്. Very active. ആമേൻ സ്തോത്രം. വളരെ ആമേൻ ആക്റ്റീവ് ആയിരിക്കുന്ന സമയം. Very productive. ആമേൻ സ്തോത്രം. വളരെ ആമേൻ ഫലം കായ്ക്കുന്ന സമയം. But now you face the reality that you don't have the weapon. You don't have the knowledge. You don't have the skills. And then you decide to prepare yourself. ഹല്ലേലൂയ. ഈ സമയത്ത് നിങ്ങൾക്കറിയാം ആമേൻ സ്തോത്രം ആമേൻ നിങ്ങൾക്ക് തയ്യാറെടുപ്പിന്റെ ആവശ്യമുണ്ടെന്ന്. This level, ആമേൻ ഈ തലത്തിൽ മൂന്നാമത്തെ തലത്തിൽ I'm not going to say you read the Bible, not because reading is not enough. ആമേൻ സ്തോത്രം. ഞാൻ പറയുന്നത് ബൈബിൾ വായിക്കുന്നത് മാത്രമല്ല, You have to study the Bible in depth. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ ആഴത്തിൽ പഠിക്കുവാനായിട്ട് തുടങ്ങും. You need to learn ആമേൻ സ്തോത്രം. നിങ്ങൾ അത് ആഴത്തിൽ പഠിക്കുകയാണ്. the fundamental doctrines ഹല്ലേലൂയ. അടിസ്ഥാന ഉപദേശങ്ങൾ പഠിക്കുന്നു. of the Christian faith. ആമേൻ സ്തോത്രം. ദൈവത്തിന്റെ ആമേൻ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങൾ പഠിക്കുവാൻ തുടങ്ങുന്നു. If you have a chance, ആമേൻ സ്തോത്രം. ഈ തലത്തിലാണ് നിങ്ങൾക്കൊരു സാഹചര്യം ലഭിക്കുന്നത്. it's when you go to a very good theological school.
ആമേൻ സ്തോത്രം. ഒരു തിയോളജിക്കൽ സ്കൂളിലേക്ക് പോകുവാനായിട്ട് നിങ്ങൾക്ക് ഈ തലത്തിൽ ഒരു സാഹചര്യം ലഭിച്ചാൽ, because you need to be knowledge of the Holy Scripture. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വേലയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ചുള്ള ആധികാരികമായിരിക്കുന്ന പഠനം ആവശ്യമാണ്. If you planning to teach, ഹല്ലേലൂയ, നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ, you need to learn first. ഹല്ലേലൂയ, നിങ്ങൾ ആദ്യമേ പഠിപ്പുള്ളവരായിരിക്കണം. If you planning to preach, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ സ്തോത്രം സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു, you need to listen first. ആമേൻ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കുന്നവരായിരിക്കണം. So in this stage, ആമേൻ ആമേൻ ഈ തരത്തിൽ is for preparation. ആമേൻ സ്തോത്രം നിങ്ങൾക്ക് ഏറെ തയ്യാറെടുപ്പുകൾ You know, ആവശ്യമാണ്. sometimes God call people, ഹല്ലേലൂയ, ചില സമയങ്ങളിൽ ദൈവം ആളുകളെ വിളിക്കും, and immediately they want to go. They want to go right after the call. ഹല്ലേലൂയ, മിക്കവാറും ആമേൻ സ്തോത്രം വിളിക്കുമ്പോൾ തന്നെ ഇറങ്ങി പുറപ്പെടണം. But sometimes it's not the right thing to do. എന്നാൽ ആമേൻ സ്തോത്രം ആമേൻ ചിലപ്പോഴൊക്കെ അത് ശരിയായ ഒരു നടപടി ആയിരിക്കത്തില്ല. This verse that we read, ആമേൻ സ്തോത്രം നമ്മൾ വായിച്ച കുറിവാക്യം, you see that Jesus called this fisherman. ആമേൻ സ്തോത്രം യേശു ശിഷ്യന്മാരെ വിളിക്കുകയാണ്. They abandoned everything അവര് എല്ലാം വിട്ട് അവനെ അനുഗമിച്ചു. and start following Jesus. ആമേൻ സ്തോത്രം അവര് യേശുവിനെ അനുഗമിച്ചു. They were very happy അവർ വളരെ സന്തോഷത്തോടെ അനുഗമിച്ചു. because they follow someone that has power. ഹല്ലേലൂയ, അവർക്കറിയാമായിരുന്നു അവർ പിൻചെല്ലുന്നത് ഒരു സാധാരണ മനുഷ്യനെ അല്ല, എല്ലാത്തിനും മതിയായ ഒരുവനെയാണെന്ന്. But Jesus spent 3 years. He Hallelujah. spent 3 years എന്നാൽ യേശു 3 വർഷം അവർക്ക് വേണ്ടി ആമേൻ ചിലവഴിച്ചു. teaching, അവരെ പഠിപ്പിച്ചു, preaching, അവരോട് പ്രസംഗിച്ചു, and preparing അവരെ തയ്യാറെടുപ്പിക്കുകയായിരുന്നു. his disciple. He spent 3 years, ആമേൻ സ്തോത്രം. അവൻ 3 നീണ്ട വർഷം shaping, അവരെ ആമേൻ സ്തോത്രം അവരെ ഷേപ്പ് ചെയ്യുകയായിരുന്നു, preparing them. അവരെ ആമേൻ സ്തോത്രം ദൈവവേലയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പിക്കുകയായിരുന്നു. And we have to go through the same process. ഹല്ലേലൂയ, നമ്മളും അതുപോലെ തന്നെയാണ് പോകേണ്ടത്. And not only intellectual readiness, ആമേൻ സ്തോത്രം നമ്മുടെ ബുദ്ധിപരമായിരിക്കുന്ന മാനുഷികപരമായിരിക്കുന്ന ബുദ്ധി കൊണ്ടല്ല, not only intellectual capacity, ആമേൻ സ്തോത്രം നമ്മുടെ ഓരോരുത്തരുടെയും ആമേൻ സ്തോത്രം ബുദ്ധിയുടെ വലിപ്പവും ചെറുപ്പവും നോക്കിയല്ല, we also need the anointing of the Holy Ghost. ആമേൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്. We also need to pray more. ഹല്ലേലൂയ, നമ്മൾ ഈ തലത്തിൽ അധികം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. We need to spend time in the presence of the Lord. ആമേൻ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കാത്തിരിക്കണം. You need to come to church early ആമേൻ സ്തോത്രം ദൈവത്തിന്റെ ആലയത്തിലേക്ക് അതിരാവിലെ നേരത്തെ എത്തണം. and practice active listening. ഹല്ലേലൂയ, ആമേൻ വളരെ ആക്റ്റീവായിട്ട് ദൈവവേലയിൽ ആമേൻ പങ്കെടുക്കണം. When coming to church, ആമേൻ ചർച്ചിലേക്ക് വരുമ്പോൾ you need to be close to people ആമേൻ സ്തോത്രം നമ്മൾ ആളുകളുമായി ഏറ്റവും അടുത്ത് that experience whatever you're going to experience. ഹല്ലേലൂയ, നിങ്ങൾ അനുഭവിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് ആമേൻ മറ്റുള്ളവരുടെ വേദനകളെ ഷെയർ ചെയ്യണം. You need to wake up early in the morning ആമേൻ ഞങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് to pray. ആമേൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. Spend time in the presence of the Lord. ഓ ദൈവത്തിന്റെ സ്ഥിരസന്നിധിയിൽ സമയം ചെലവഴിക്കണം. Because let me tell you this, ആമേൻ ഞാനിങ്ങനെ പറയട്ടെ, God will use you, ആമേൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. but you need to spend time in the presence of the Lord. ഹല്ലേലൂയ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിങ്ങൾ സമയം ചെലവഴിക്കുമ്പോൾ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ You തുടങ്ങും. know, prayer is like a master key. ആമേൻ സ്തോത്ര പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു No matter- മാസ്റ്റർ താക്കോല. No matter how close, how locked are the doors, ഹല്ലേലൂയ, ആമേൻ സ്തോത്രം നിങ്ങളുടെ മുന്നിലുള്ള വഴികൾ ആമേൻ എത്ര കഠിനമായിരിക്കുന്ന താക്കോല് കൊണ്ട് പൂട്ടിയാലും when you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ all doors ആമേൻ എല്ലാ വാതിലുകളും will be open. നിങ്ങളുടെ മുന്നിൽ താനെ തുറന്നു വരുവാനിടയായി. You are going to need ആമേൻ സ്തോത്രം നിങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് the presence of the Holy Ghost. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. You not only going to need the presence of the Holy Ghost, ഹല്ലേലൂയ, നിങ്ങൾ ആമേൻ പിന്നീടല്ല പരിശുദ്ധാത്മാവിനെ ആവശ്യമായിരിക്കുന്നത്, but you need God to manifest His presence. ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട് തുടങ്ങുമ്പോൾ So the spiritual preparation ഹല്ലേലൂയ ആത്മീകമായിരിക്കുന്ന തയ്യാറെടുപ്പ് is fundamental. ഹല്ലേലൂയ അത് അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. It is very important
ഹല്ലേലൂയ, അത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. to be baptized ആമേൻ. പരിശുദ്ധാത്മ സ്നാനം. with the Holy Ghost, ആമേൻ. പരിശുദ്ധാത്മാവിൽ സ്നാനമേൽക്കുക. that you can receive the different gift of the Holy Spirit. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ആമേൻ സ്തോത്രം ദാനം ലഭിക്കുക. Remember, the battle that we are facing every day is a Amen. spiritual battle. ആമേൻ സ്തോത്രം. നമ്മൾ ആമേൻ സ്തോത്രം അനുഭവിക്കുന്ന എല്ലാ യുദ്ധങ്ങളും, എല്ലാ അനുദിനം അനുഭവിക്കുന്ന യുദ്ധങ്ങൾ, Our enemies are not men. ഹല്ലേലൂയ, നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ എതിരിടുന്നത് ആമേൻ സ്തോത്രം മനുഷ്യരോടല്ല. Our enemies are not blood and flesh. ആമേൻ. നമ്മുടെ ശത്രു എന്ന് പറയുന്നത് ആമേൻ സ്തോത്രം രക്തവും മാംസവുമല്ല. We are fighting against the spiritual forces. ഹല്ലേലൂയ. നമ്മൾ യുദ്ധം ചെയ്യുന്നത് ആത്മീക യുദ്ധമത്രേ. And no matter how well you know the Bible, ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം എത്ര നന്നായി അറിയാമെങ്കിലും, no matter how many texts in the Bible you can repeat by heart, ഹല്ലേലൂയ, നിങ്ങൾ എത്ര ആമേൻ സ്തോത്രം ദൈവത്തിന്റെ വചനത്തെ ആമേൻ സ്തോത്രം കാണാതെ പഠിച്ചിട്ടുണ്ടെങ്കിലും, you need to have the anointing of the Holy Spirit. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിങ്ങൾക്കുണ്ടായേ മതിയാകൂ. The Holy Ghost has to be close to you. ആമേൻ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ ഇരുന്നേ മതിയാകൂ. And you are the type of believers ഹല്ലേലൂയ, നിങ്ങളൊരു സാധാരണ ആമേൻ സ്തോത്ര വിശ്വാസിയായിരിക്കുമ്പോൾ, who is used to the voice of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേട്ട് This stage of preparation ആമേൻ സ്തോത്രം ഈ തയ്യാറെടുപ്പിന്റെ തലത്തിൽ take a lot of time, ഹല്ലേലൂയ ഒത്തിരി സമയം, take a lot of patience. ഒത്തിരി സമയം ആമേൻ സ്തോത്രം ആമേൻ ക്ഷമയോടെ. I remember one young man in my country. ഹല്ലേലൂയ, എന്റെ രാജ്യത്തിൽ ഒരു ചെറുപ്പക്കാരൻ He received the call from God. ഹല്ലേലൂയ ദൈവത്തിന്റെ വിളി കേട്ടു. He came to my church അവൻ എന്റെ സഭയിലേക്ക് വന്നു. and said, Pastor, അവൻ പാസ്റ്റർ, I need to be baptized right now. അവൻ സ്തോത്രം അവനിങ്ങനെ പറഞ്ഞു, എനിക്കിപ്പോൾ തന്നെ പരിശുദ്ധാത്മ സ്നാനം വേണം. And I say, listen, അവൻ, ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, ശ്രദ്ധിച്ചാട്ട്. first thing, ഹല്ലേലൂയ, ഒന്നാമത്തെ കാര്യം, you need to be doctrinized. ആമേൻ സ്തോത്രം, നിങ്ങൾ ആമേൻ സ്തോത്രം വചനത്തെ പഠിക്കണം. You need to be teach. ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ സത്യങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങണം. You need to learn about the doctrine. ഹല്ലേലൂയ, ഒന്നാമതായിട്ട് ദൈവത്തിന്റെ ഉപദേശത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം. In United States of America, ആമേൻ ആമേൻ അമേരിക്കയിൽ there's a lot of big, large congregation. ഹല്ലേലൂയ ഒത്തിരി വലിയ സഭകളുണ്ട്. Our congregation is not too large. ഹല്ലേലൂയ, എന്നാൽ എന്റെ സഭ ആമേൻ സ്തോത്രം ഒത്തിരി വലിയ സഭയല്ല. We congregate like 200 people. ആമേൻ സ്തോത്രം, ഞങ്ങളുടെ സഭയിൽ 200 ആളുകൾ മാത്രമേ And ഉള്ളൂ. when he came to me, ആമേൻ, അവൻ എന്റെ അടുക്കലേക്ക് വന്നപ്പോൾ he was like rushing. ആമേൻ സ്തോത്രം, അവൻ പെട്ടെന്ന് വരികയാണ്. No. ആമേൻ സ്തോത്രം, ഞാൻ പറഞ്ഞു, I know that you have good desire. ആമേൻ സ്തോത്രം, എനിക്കറിയാം നിന്റെ ആഗ്രഹം I നല്ലതാണ്. know you have good intention. ആമേൻ സ്തോത്രം, നിന്റെ ചിന്തകൾ നല്ലതത്രേ. But you need preparation. എന്നാൽ നീ പ്രിപ്പയർ ചെയ്യുമ്പോൾ You need to read the Bible. ആമേൻ സ്തോത്രം, നീ വചനത്തെ പഠിക്കുവാൻ തുടങ്ങണം. You need to study the Bible. ആമേൻ സ്തോത്രം, നീ ദൈവത്തിന്റെ വചനത്തെ You ധ്യാനിക്കണം. need to come to the Sunday school. ആമേൻ സ്തോത്രം, സൺഡേ സ്കൂളിൽ വരണം. And he answered to me, ആമേൻ സ്തോത്രം, അവൻ എന്നോട് ഇങ്ങനെ I പറഞ്ഞു, don't have time for that. ആമേൻ സ്തോത്രം, എനിക്ക് അതിനൊന്നും സമയമില്ല ദൈവദാസനെ എന്ന് ഞാൻ I പറഞ്ഞു. received a call ആമേൻ സ്തോത്രം, അവൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് and I'm ദൈവത്തിന്റെ വിളി ready ലഭിച്ചു. to go. ആമേൻ സ്തോത്രം, എനിക്ക് ഇപ്പോൾ തന്നെ പോകണം. That's a big mistake. ആമേൻ സ്തോത്രം, അത് വലിയ തെറ്റാണ്. Preparation. ആമേൻ, തയ്യാറെടുപ്പ്. You need to prepare yourself. ആമേൻ, നിങ്ങൾ തയ്യാറെടുപ്പ് ഉള്ളവരായിരിക്കണം. Because once you leave this place, ആമേൻ സ്തോത്രം, നിങ്ങൾ ഈ സ്ഥലം വിട്ടു പോകുമ്പോൾ your pastor will not be with you anymore. ഹല്ലേലൂയ, ദൈവ വേലയ്ക്കായി പോകുമ്പോൾ നിങ്ങളുടെ ദൈവദാസൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകത്തില്ല. Your people, your brothers and sisters, your church will not be with you. You're gonna be by yourself. ആമേൻ സ്തോത്രം, നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. ആമേൻ സ്തോത്രം, ഈ ദൗത്യത്തിനായിട്ട് പോകും. And according to your preparation, ആമേൻ, എന്നാൽ നിങ്ങളുടെ തയ്യാറെടുപ്പിന് ഒത്ത വിധം that will determine the type of success. ആമേൻ സ്തോത്രം, അത് നിങ്ങളുടെ വിളിയെ ആമേൻ സ്തോത്രം വിജയിപ്പിക്കും. It's going to determine ആമേൻ how many goals you're going to achieve in your life. ആമേൻ സ്തോത്രം, നിങ്ങളുടെ തയ്യാറെടുപ്പാണ് ആമേൻ സ്തോത്രം നിങ്ങളുടെ വിളിയുടെ വിജയത്തിന് ആധാരമായിരിക്കുന്നത്. By raising hands now, ഹല്ലേലൂയ, നമുക്ക് കരങ്ങളെ ഉയർത്തി. how many of you would like to work ആമേൻ സ്തോത്രം, ദൈവവേലയ്ക്ക് വേണ്ടി എത്ര പേർ ആമേൻ സ്തോത്രം ദൈവത്തിന് വേണ്ടിയോ ആമേൻ തയ്യാറെടുപ്പുള്ളവരായിരിക്കും. in the kingdom of God? ആമേൻ സ്തോത്രം, രാജ്യത്തിന്റെ സുവിശേഷത്തിന് വേണ്ടി How many of you എത്ര പേർ
are looking for an opportunity to serve God. ഹല്ലേലൂയ. എത്ര പേർ ദൈവത്തിന് വേണ്ടി വേല ചെയ്യണമെന്ന് ആമേൻ Serve ആഗ്രഹിക്കുന്നു. God in a different level. ആമേൻ സ്തോത്രം. ഏതെങ്കിലും തരത്തിൽ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന വിളി ഏതാണോ അതിനൊത്ത വിധം എനിക്ക് ദൈവത്തിന് വേണ്ടി പോകണം. How many of you would like to make a commitment with Jesus tonight? ഹല്ലേലൂയ. ദൈവം എന്നെ ഏൽപ്പിക്കുന്ന എത്ര ചെറിയ ജോലിയാണെങ്കിലും അത് ചെയ്യുവാൻ എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന എത്ര പേര് ഇതിന്റെ അകത്തുണ്ട്? And tell Lord, here I am. ഹല്ലേലൂയ. ഇതിന്റെ അകത്ത് കണ്ണുകളെ അടച്ച് ആമേൻ സ്തോത്രം പറഞ്ഞാട്ടെ, ഇതാ ഞാൻ ആ കരങ്ങളെ ഉയർത്തി. I'm not pre-contemplating anymore. ഹല്ലേലൂയ. ഞാൻ ഒന്നും ചെയ്യാത്തവളായി ഇരിക്കുകയില്ല. I am contemplating. ഹല്ലേലൂയ. ഞാനിതാ ഒരു തീരുമാനമെടുക്കുകയാണ്. What is it ഹല്ലേലൂയ. ഈ നഗരത്തിൽ that I would like to do ആമേൻ to extend your kingdom on earth? ഹല്ലേലൂയ. യേശുവേ, നിന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്കായിട്ട് ആമേൻ എന്നെ ഉപയോഗിക്കണമേ. Let me tell you, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയട്ടെ, if you give your life to God, നിങ്ങൾ നിങ്ങളുടെ ജീവിതം യേശുവിന് കൊടുക്കുമെങ്കിൽ, if you surrender yourself, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതം യേശുവിന് സമർപ്പിക്കുമെങ്കിൽ, you will remember ആമേൻ നിങ്ങൾ ഒരു കാര്യം ഓർക്കും. this night, ആമേൻ ഇന്ന് രാത്രി, this place, ആമേൻ ഈ സ്ഥലം, and this preacher. ആമേൻ സ്തോത്രം സംസാരിക്കുന്ന ആമേൻ സ്തോത്രം പ്രീച്ചറെ, Maybe one day ആമേൻ ഒരു ദിവസം you will return to your country, ആമേൻ സ്തോത്രം നിങ്ങളുടെ രാജ്യത്തേക്ക് നിങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ, but you will return ആമേൻ നിങ്ങൾ പോകുന്നത് with a big vision. ആമേൻ സ്തോത്രം ഒരു വലിയ ദർശനത്തോടെ ആയിരിക്കും. The vision ആമേൻ ആ ദർശനം that the Holy Ghost പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കുന്ന ആ ദർശനം is placing in your soul tonight. ആമേൻ നിന്റെ ദേഹിയിൽ പരിശുദ്ധാത്മാവ് നിക്ഷേപിക്കുന്ന ആ ദർശനവുമായിട്ട് നീ പോകുവാനിടയാകും. That vision ആ ദർശനം will go with you നിന്റെ കൂടെ വരും. and will not leave you anymore. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ആമേൻ സ്തോത്രം ആമേൻ ഒറ്റപ്പെട്ടവരായി പോവുകയില്ല. You will not be the same. നിങ്ങൾ പഴയതുപോലെ ആയിരിക്കുകയില്ല. You will not pre-contemplate anymore. ഹല്ലേലൂയ. നിങ്ങൾ ഒന്നും ചെയ്യാതെ ആമേൻ തുരുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ ഇരിക്കുകയില്ല. Because starting tonight, ഇന്ന് രാത്രി മുതൽ, from now on, ഇന്ന് മുതൽ you're going to have a clear vision ആമേൻ സ്തോത്രം വലിയ ദർശനത്തോടെ നിങ്ങൾ സ്റ്റെപ്പുകൾ വെക്കുകയാണ്. of God's purpose in your life. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ഏൽപ്പിക്കുന്ന ദർശനം Happened to me 24 years ago. ആമേൻ 24 വർഷങ്ങൾക്ക് മുമ്പ് I was in a medical school. ഞാൻ ആമേൻ മെഡിക്കൽ സ്കൂളിൽ പഠിക്കുമ്പോൾ All I want to be was a doctor. ആമേൻ സ്തോത്രം എനിക്ക് ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഒരു ഡോക്ടർ ആകണം. If you are pursuing your doctorate degree, is not a bad things to do. ആമേൻ സ്തോത്രം. ഡോക്ടർ ആകുക എന്ന് പറയുന്നത് അത്ര മോശമായ It's കാര്യമൊന്നുമല്ല, a very good things to do. അതൊരു നല്ല കാര്യമാണ്. But God called me, ആമേൻ സ്തോത്രം. എന്നാൽ ദൈവം എന്നെ വിളിച്ചു. and I refused at first. ആമേൻ സ്തോത്രം. എന്നാൽ ആദ്യം ഞാൻ അതിനെ നിരസിച്ചു. One day, എന്നാൽ ഒരു ദിവസം the Lord spoke to me again. ആമേൻ ദൈവം എന്നോട് ഹൃദ്യമായിട്ട് ഒരു പ്രാവശ്യം കൂടി I ഇടപെട്ടു. surrendered my life to ഞാൻ God, എന്റെ ജീവിതത്തെ അവൻ അടിയറവ് കൊടുത്തു. and my life changed ആമേൻ അന്നു മുതൽ എന്റെ ജീവിതം മാറുവാൻ തുടങ്ങി. 100%. 100% മാറി. Now, I am very clear of the purpose of God for my life. ആമേൻ ഇപ്പോൾ എനിക്ക് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. I know that that meant to happen to you also. ആമേൻ സ്തോത്രം. എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അതുപോലുള്ള ഒരു സാക്ഷ്യം ഉണ്ടാകും. Beautiful night tonight. ആമേൻ വളരെ മനോഹരമായിരിക്കുന്ന രാത്രി. Beautiful time today. ആമേൻ സ്തോത്രം. ആമേൻ വളരെ മനോഹരമായിരിക്കുന്ന സമയം. I just going to make a call. If you hear feeling the presence of the Lord and having a vision of the work of God in your soul, please come forward. We need to pray for you. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയട്ടെ, ഞാൻ പറഞ്ഞ മെസ്സേജ് നിങ്ങൾ കേട്ടു. ആമേൻ സ്തോത്രം. നിങ്ങളുടെ ഹൃദയത്തിൽ ആമേൻ സ്തോത്രം നിങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്, നിങ്ങൾക്ക് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് ബോധ്യം തരുന്നുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവായിട്ട് മടിച്ചു നിൽക്കാതെ മുന്നോട്ട് വന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
Is somebody willing to come here to say, Lord, I'm here? ഹല്ലേലൂയ. ദൈവമേ, ഇതാ ഞാനെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വന്നാട്ടെ. God bless this brother. ഹല്ലേലൂയ. ദൈവം ആ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. Let's stand up. ഹല്ലേലൂയ. സഹോദരി അനുഗ്രഹിക്കട്ടെ. Let's stand up, brothers and sisters. ഹല്ലേലൂയ. എഴുന്നേറ്റാട്ടെ, എല്ലാവരും എഴുന്നേറ്റാട്ടെ. അവൻ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ മുന്നോട്ട് വന്നാട്ടെ. We are going to pray. ഹല്ലേലൂയ. ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. I see brothers and sisters in here. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ആമേൻ, ഇവിടെ സഹോദരിമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ ഞാൻ കാണുകയാണ്. They are exploring the level of readiness. ഹല്ലേലൂയ. അവര് ദൈവത്തിന്റെ വേലയുടെ തലങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണ്. I would like for one brother to sing a song and we're going to pray. Hallelujah. Let's sing. Let's close our eyes. ഹല്ലേലൂയ. Let's talk to God. എല്ലാ കണ്ണുകളും അടച്ച് ദൈവത്തോട് സംസാരിച്ചാൽ We are making a compromise with God tonight. അവൻ ഇന്ന് രാത്രി ദൈവമായിട്ട് സംസാരിച്ചാട്ടെ. Jesus, hallelujah. Father, പിതാവേ, in Jesus' name, യേശുവിന്റെ നാമത്തിൽ oh, I come to you. അവൻ സ്തോത്രം. ഞാൻ നിന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. Because he lived, I can face tomorrow. These brothers and sisters are here. Because he lived, സഹോദരന്മാരും സഹോദരിമാരും നിന്റെ all മുമ്പിൽ my fear is gone. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി അവർ ഓടി Because I know They surrendered their life he holds my future, to Jesus, and life is worth to your word. Because he In lived, this region, ഈ ദേശത്ത് in this country, all to Lord, Jesus let's allow it. I surrender. Lord, Oh, ഒത്തിരി കാര്യങ്ങളുണ്ട്. let's allow the spiritual needs. ഹല്ലേലൂയ. ഒത്തിരി ആവശ്യങ്ങളുണ്ട് ദൈവമേ. I ask you, Lord, ഹല്ലേലൂയ. ഞാൻ ചോദിക്കുകയാണ് in നിന്നോട്. Jesus' name, യേശുവിന്റെ നാമത്തിൽ use this light, ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കണമേ. transform this light, ഹല്ലേലൂയ. അവരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തണമേ. place in their soul ഹല്ലേലൂയ. അവരുടെ ആത്മാവിൽ your vision, നിന്റെ ദർശനത്തെ your പകരണമേ. plan, നിന്റെ പദ്ധതിയെ പകരണമേ. place in their life അവരുടെ ഹൃദയത്തിൽ പകർന്നാട്ടെ. the presence of the Holy Ghost, ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. expecting, Lord, ദൈവത്തിന്റെ that സാന്നിധ്യം from now on ഓ പരിശുദ്ധാത്മാവേ. they will never, ഹല്ലേലൂയ. അവർ പഴയതുപോലെയാകത്തില്ല. they will never അവർ പഴയതുപോലെയാകത്തില്ല. be the same. അവർ പഴയതുപോലെയാകത്തില്ല. Lord, യേശുവേ. change their life, ഓ സഹോദരിമാരെ വ്യത്യസ്തരാക്കിയാട്ടെ. use their life ഓ അവരുടെ ജീവിതത്തെ ഉപയോഗിച്ചാട്ടെ. in a powerful way. ഓ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു. Oh, Jesus. യേശുവേ. Yes. യേശുവേ. In Jesus' name. His presence. Father, in Jesus' name, use this life. Fill this life with the Holy Spirit. Father, in Jesus' name, we come to you, Lord, and we ask you, Lord. Use her life. She came to you tonight. She might not know what to do. She might not know what is the first step. But Lord, I ask you, show her your special plan. In Jesus' name, Lord. Woo! I ask you, Jesus. Oh my. Use her life, Lord. Use her life, Lord. Lord, I ask you this night. Oh my gosh. Oh, Holy Ghost, come. Talk to her soul. Reveal Jesus
in the deep of her soul. In Jesus' name, Lord. Father, in Jesus' name we come to you, Lord. Father, we ask you in this moment to use this life. Lord, you know her fears. Lord, you know her limitation. But we come to you, Lord, and we ask you, Lord, to use her life in a powerful way. The presence of the Holy Ghost can come to her right now. Change her life. Heal. Oh, Lord. In Jesus' name, I rebuke all sickness. In Jesus' name, I rebuke all sickness. Father, in Jesus' name, Father, in Jesus' name, I come to you, Lord. I ask you, Lord, to place the new anointing of the Holy Ghost upon her. In Jesus' name, I rebuke all sickness. In Jesus' name, I order now all sickness out. Out. Jesus' name. Oh, Shama Kamai. Father, in Jesus' name, I come to you, Lord. I ask you to use this life. Lord, I ask you now, place in his soul the vision of your work in this place. Lord, let him understand that he is not an accident. He is not coincidence. He is here because you have planned everything in his life. I ask you, Lord, to give him new strength. New strength. Oh Lord, set him free for all type of temptation. For all type of temptation. Oh Lord, in Jesus' name, Lord, I come to you. Oh Lord, this moment, in the name of Jesus, in the name of Jesus, in the name of Jesus, I set you free. Lord, I ask you to renew his strength. Renew his strength. Renew his strength. Lord, place in his soul a clear vision of your will. Place in his soul a clear vision of your work for him in this place. Lord, in Jesus' name. Oh, Lord, in Jesus' name. I come to you at this moment and I ask you, Lord, for him, his family. In Jesus' name, God is protecting your family. God is protecting yours. God is protecting your love. In Jesus' name, I ask you, Lord, to renew his vision, new vision, new strength. In Jesus' name, hey, Shama Mama, in Jesus, Father, now is the time to operate
Yes, in Jesus' name. Yes, Lord. Oh, Lord, in this moment, use his life. There's a clear plan. Oh, there's a clear plan for yourself. Now, Lord, is blessing the mission, the plan, the purpose of the Lord. You now understand. Now you're going to understand the purpose of your calling. Now you are going to understand that God has separated you. He has separated you from friends, from family members. Oh, yes. Oh, He separates you from friendship, from business, from family member, and you will never forget this day. Father, in Jesus' name. Father, in Jesus' name. Oh, glory. Oh, glory. Lord, bring answer. God is answering your prayers. God is answering your prayers. God is answering your prayers. And as soon as tomorrow, you will notice. Listen carefully. As soon as tomorrow, you will notice the answers of God to your prayers. In Jesus' name. In Jesus' name. Oh, yes. Yes. Oh, yes, Lord. Yes, Lord. Yes, Lord. Oh, I come to you, Jesus. I come to you, Lord. In Jesus' name. And I declare upon you the holy anointing of the Holy Ghost. He will back you up. Listen, He will back you up. He will back you up. Don't be afraid. Don't be scared. God is with you. The Holy Ghost, yes, with you. And now, God, I ask you, Lord, to please, Lord, place your vision, your plan in his life. In Jesus' name. Father, in Jesus' name, coming to you, Lord, through the authority that you gave me in your words, I rebuke all sickness in the name of the Lord. I come to you, oh Lord, and I ask you to give this man new strength, new vision, new hope, spirit of depression, anxiety, stress. In Jesus' name, I command you to go out of this body. In Jesus' name, I declare the blessing of the Lord upon your family. I declare the blessing of the Lord upon your life. In Jesus' name. In Jesus' name. Thank you, God. Oh, yes. Thank you, Jesus. Hallelujah, hallelujah. കർത്താവിന്റെ സ്തോത്രം. Amen. I express the sincere gratitude to the pastor. Hallelujah. And Mama, hallelujah. May God bless you more. Hallelujah. This evening, hallelujah. We are going to pray, hallelujah, once again
for our congregation, our churches, hallelujah, for tomorrow's meeting, hallelujah. How many of you are ready for the work of the Lord? ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി എത്ര പേർ തയ്യാറുണ്ട്? ഇന്ന് രാത്രി നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ, ജീവിതം മുഴുവൻ കർത്താവിനോട് ആടിയതാ. കർത്താവേ, ദേവദാസൻ പറഞ്ഞത് ഇങ്ങനെയാ, ആമേൻ സ്തോത്രം, നിന്നെ വിളിച്ച വിളിക്കകത്ത് എല്ലാം ഉണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഒരു പക്ഷേ എന്റെ ട്രാൻസ്ലേഷൻ ശരിയായിട്ടില്ലെങ്കിലും ആമേൻ സ്തോത്രം, ദേവദാസൻ പറഞ്ഞത് ഹല്ലേലൂയ, നിന്റെ വിളിക്കകത്ത് നിനക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉണ്ട്. നിനക്കൊന്നുമില്ല എന്ന് തോന്നിയാലും, നിനക്കൊരു ഗുണമില്ലാത്തവരാണെന്ന് തോന്നിയാലും, ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവ പൈതലേ, അവൻ സ്തോത്രം, അവൻ നിന്നെ ഉപയോഗിക്കാൻ മതിയായവനാ. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തെ മാറ്റുന്ന രാത്രിയാ. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിനോട് പറഞ്ഞാട്ടെ, ഇന്ന് രാത്രി ഞാൻ എന്റെ ജീവിതത്തെ സമർപ്പിക്കുക, എന്റെ കുടുംബത്തെ സമർപ്പിക്കുക, എനിക്കുള്ളതൊക്കെ നിന്നെ ഏൽപ്പിക്കുക. കർത്താവേ, ഇന്ന് രാത്രി മുതൽ എന്റെ ജീവിതത്തെ മാറ്റണമേ. ദേവദാസൻ പറഞ്ഞതുപോലുള്ളൊരു ദർശനം എന്റെ അകത്ത്, എന്റെ കുടുംബത്തിന്റെ അകത്ത്, എന്റെ ഹൃദയത്തിന്റെ അകത്ത് നൽകി തരണമേ അപ്പാ. ഇന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുക്കുകയാ. ദേവദാസൻ പറഞ്ഞു, ആ രണ്ടാമത്തെ തലത്തിനകത്ത് ഒരു തീരുമാനമുണ്ട്. ആമേൻ സ്തോത്രം, അവിടെ അനങ്ങാതിരിക്കത്തില്ല. ആമേൻ സ്തോത്രം, നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങുകയാ. ഇൻ ദ സെക്കൻഡ് ലെവൽ കർത്താവിന് സ്തോത്രം, ആമേൻ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ. Be ready for the work of the Lord. നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദി പറയുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ കൂട്ടി വരുത്തിയ കൃപയ്ക്കായിട്ട് സ്തോത്രം. നിന്റെ കുഞ്ഞുങ്ങളെടുത്ത തീരുമാനത്തെ സ്വർഗം മാനിക്കുന്നതിനായിട്ട് നന്ദി. നാദാ, ഇന്ന് രാത്രി ഞങ്ങൾ പിരിയുക. കർത്താവെ, പ്രസംഗിച്ച ദൈവദാസൻ വിദൂരങ്ങളിലേക്ക്, കർത്താവ് ഇവിടെ നിന്ന് അനേകം മൈലുകൾ അകലെയുള്ള രാജ്യത്തേക്ക് മടങ്ങിപ്പോകും. ആമേൻ, ആമേൻ. അങ്ങയുടെ ദാസനും ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരും എല്ലാം പല സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകും. എന്നാൽ പിരിയാത്തൊരു തിരുസാന്നിധ്യമുണ്ട്. ദൈവമേ, ഞങ്ങളുടെ അകത്ത് നിക്ഷേപിച്ച ആമേൻ സ്തോത്രം ദർശനത്തെ, ആമേൻ സ്തോത്രം, നിന്നിൽ നല്ല പ്രവൃത്തികളെ ആരംഭിച്ചവൻ ക്രിസ്തുവേശുവിന്റെ നാളോളം അതിനെ തികപ്പാൻ വിശ്വസ്തനെന്ന് എണ്ണിയവൻ ഞങ്ങളുടെ കൂടെ ഉള്ള കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുക. ദൈവമേ, കരം പിടിച്ച് നടത്തുമാറാകണം. ഈ ദൈവസഭയെ അനുഗ്രഹിക്കണമേ. ഇതിന്റെ അകത്ത് കടന്നു വന്ന ഓരോ പൈതലിനെയും അനുഗ്രഹിക്കണമേ. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചാട്ടപ്പാ. കർത്താവെ, പ്രത്യേകിച്ച് ഉപവാസത്തോടെ 7 ദിവസവുമായിരുന്നു. സ്വർഗ്ഗീയ പിതാവേ, നിന്റെ കുഞ്ഞുങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചാട്ടെ അപ്പാ. ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ദൈവം ഇവിടെ കടന്നു വരാൻ പറ്റാത്ത പോയ ഉപവാസത്തോടെ ആയിരുന്ന കുഞ്ഞുങ്ങളുണ്ട്. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ അപ്പാ. യേശുവിന്റെ നാമത്തിന്റെ mighty name of Jesus. കർത്താവെ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം, അതേ സാന്നിധ്യം കർത്താവെ അവരിയ്ക്കുന്ന സ്ഥലത്ത് അനുഭവിപ്പാൻ സ്വർഗ്ഗം ഇടയാക്കണം. കർത്താവ് കുടുംബങ്ങളെല്ലാം തൊട്ടാട്ടെ. അനുഗ്രഹിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം. നാളെ നടക്കുന്ന സർവീസിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അപ്പച്ചൻ മാനിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് മഹത്വം അപ്പാ. അങ്ങയുടെ വേലയ്ക്കായി ചിലതിനെ ചൊല്ലി വേർതിരിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, അതൊരു മനുഷ്യന്റെ കരമല്ല, അങ്ങയുടെ കരം കൊണ്ട് തന്നെ അത് ചെയ്തെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവ് ജനത്തെ കൂട്ടിവരുത്തണം. സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ സ്വർഗമിടയാക്കണം. ഇന്ന് രാത്രി പോകുന്ന വഴിയിലും സ്വർഗം അത്ഭുതങ്ങളെ ചെയ്താട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദയക്കായിട്ട് നന്ദി. അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു കർത്താവിന്റെ വലിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദയത്തോന്നുന്ന പരിശുദ്ധ നല്ല പിതാവേ. നമുക്ക് ഒരുമിച്ച് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. എല്ലാവരും ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ട്. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശു കർത്താവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും കൂട്ടായ്മയും കാവലും നമ്മൾ പ്രാർത്ഥിച്ച ഓരോ വിഷയങ്ങളോട് കൂടെ, തീരുമാനമെടുത്ത ഓരോ പൈതലിനോട് കൂടെ ഇന്ന് മുതൽ യേശോപ്പച്ചന്റെ രണ്ടാമത്തെ വരവോടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മുഖാന്തരം ജയം നൽകുന്ന പിതാവാം ദൈവമേ, അങ്ങേക്ക് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവപ്പച്ച, അവിടുന്ന് വേഗം വരുമാറാകണമേ. ഞങ്ങളെയും ചേർക്കണമേ. May God bless you. God be with you. Shalom. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. നാളത്തെ ആരാധനയ്ക്ക് ആരും മിസ്സാക്കല്ലേ. ആമേൻ. ജോലിയില്ലാത്തവരെല്ലാവരും ദയമായിട്ട് കടന്നു വരണം. ഗ്ലോറിയ സിസ്റ്ററിനെ ബന്ധപ്പെട്ട് ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ട്രാൻസ്പോർട്ടേഷന്റെ കാര്യങ്ങൾ ഒരുക്കുന്നതായിരിക്കും. എല്ലാവരെയും ഞാൻ ആമേൻ പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. പ്രത്യേകിച്ച് നമ്മുടെ ആമേൻ ദൈവവേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ പേരിൽ, ആമേൻ സഭയുടെ പേരിൽ എല്ലാം ഹല്ലേലൂയ, ഞങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യും. എല്ലാവരും കടന്നു വരണം നാളെ 1:30 മണിക്ക്. ആമേൻ. സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഗോഡ് ബ്ലെസ് യു. കർത്താവിന് സ്തോത്രം.